സൗഖ്യം നമ്മുടെ അവകാശമാണ്. നമ്മൾ രോഗിയായിരിക്കുന്നതല്ല ദൈവത്തിന്റെ പ്ലാൻ, രോഗത്തിലിരിക്കുന്നതല്ല ദൈവത്തിന്റെ പ്ലാൻ. ഈ നിമിഷം കൈയൊന്ന് എടുത്തു വെച്ച് എന്നിട്ടൊന്ന് യേശുവിന്റെ നാമത്തിൽ കൽപ്പിച്ച്, ഇത് ആരുടെയും കഴിവൊന്നുമല്ല. നിങ്ങൾക്ക് ദൈവം രോഗസൗഖ്യത്തെ ക്രിസ്തു യേശുവിന്റെ കാൽവരി ക്രൂശിലൂടെ നമുക്ക് സാധ്യമാക്കി തന്നിരിക്കുക. കൈയെടുത്ത് വെച്ച് എന്നിട്ട് ഇപ്പോൾ തന്നെ കൽപ്പിച്ച്, കർത്താവേ, എൻ്റെ വേദനകളെ, എൻ്റെ രോഗങ്ങളെ യേശു ക്രൂശിൽ അനുഭവിച്ചതാ. ഇതിന് ശേഷം ഞാൻ ചോദിക്കും, അനുഭവിക്കണം. നമ്മൾ രോഗസൗഖ്യത്തെ അനുഭവിക്കണം. നമ്മുടെ അത്ഭുതത്തെ നമ്മൾ അനുഭവിക്കണം. സൗഖ്യം നമ്മുടെ അവകാശമാണ്, അത്ഭുതം നമ്മുടെ അവകാശമാണ്. ഇപ്പോൾ ഞാൻ യേശുവിന്റെ നാമത്തിൽ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ വേദനകൾ വിട്ടുമാറട്ടെ, ചലിക്കാത്ത കൈകാലുകൾ ചലിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആന്തരിക അവയവങ്ങളുടെ മേൽ ബലം വ്യാപരിക്കട്ടെ. ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് എല്ലാ രോഗശക്തികളെയും ഞങ്ങൾ ഇപ്പോൾ തന്നെ പുറത്താക്കുന്നപ്പോൾ ആ ശരീരത്തിൻ്റെ മേലുള്ള രോഗശക്തികൾ, രോഗത്തിൻ്റെ ദുരാത്മാക്കൾ യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നപ്പോൾ ഇപ്പോൾ എന്ന് എന്താണോ ചെയ്യുവാൻ കഴിയാത്തത് അത് നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയും. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് സൂമിലോ ലൈവിലോ എന്നെ കേൾക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുത സൗഖ്യത്തെ സ്വീകരിച്ചാട്ടെ. എന്നിട്ട് ചെക്ക് ചെയ്ത് ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ശരീരത്തിൻ്റെ അകത്ത് വ്യത്യാസം കാണുന്നവർ, ഇപ്പോൾ തന്നെ വ്യത്യാസം അനുഭവിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. യേശുവിൻ്റെ രോഗത്തെ വഹിച്ചിരിക്കുന്നു. കർത്താവിൻ്റെ മുറിവ് എൻ്റെ അത്ഭുതമായി മാറിയിരിക്കുന്നു. ഒന്ന് ചെക്ക് ചെയ്തിട്ട് ആ റിസൾട്ട് ഉള്ളവർക്ക്, ആ സൗഖ്യം അനുഭവിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പറഞ്ഞാട്ടെ. കർത്താവേ, ഇന്ന് നിങ്ങളിപ്പം സൗഖ്യമായെന്ന് ഉറപ്പുള്ളവർ, ശരീരത്തിൻ്റെ അകത്ത് വേദന മാറിയെന്ന് ഉറപ്പുള്ളവർ മാത്രം നിങ്ങൾ മ്യൂട്ട് മാറ്റി പറഞ്ഞാൽ മതി. എനിക്കിപ്പോൾ വേദന മാറി. ഞാൻ പറഞ്ഞല്ലോ, രോഗസൗഖ്യം നമ്മുടെ അവകാശമാണ്, വിട്ടുകൊടുക്കരുത്. അത്ഭുതം നമ്മുടെ അവകാശമാണ്, ദൈവപ്രവർത്തികൾ നമ്മുടെ അവകാശമാണ്. അനുഭവിക്കുന്ന ആരെങ്കിലും ഇപ്പോൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മ്യൂട്ട് മാറ്റി പറയാനുള്ള അവസരമുണ്ട്. നിങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഈ സമയത്ത് രോഗമല്ല എൻ്റെ അവകാശം, എനിക്ക് പറയാനുണ്ട്. ഞാൻ 3 ദിവസമായി ബ്രദറെ ഒരു വെള്ളവും ഇത് എടുത്തതാണ് ബ്രദറെ. 3 ദിവസം കൊണ്ട് എന്റെ നടു മിന്നി പിടിച്ച് എനിക്ക് എണീക്കാനും നടക്കാനും ഒന്നും ഒക്കത്തില്ല, ജോലിയൊന്നും ചെയ്യാൻ ഒക്കത്തില്ല ബ്രദറെ. ഞാൻ ഈ നിമിഷം വരെയും കിടക്കുമായിരുന്നു ബ്രദറെ. ഇപ്പൊ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഇവിടെ എണീറ്റിരുന്നു. ഇപ്പൊ ബ്രദർ പറഞ്ഞ് ഞാൻ കൈവച്ച് പ്രാർത്ഥിച്ചു. എനിക്ക് കുനിയാൻ ഒക്കത്തില്ല ബ്രദറെ. കുനിയെന്ന് പറഞ്ഞാൽ ഭയങ്കര പിടുത്തമായിരുന്നു. ഇപ്പൊ ഞാൻ ചെയ്ത് നോക്കി ബ്രദറെ, പൂർണ്ണ സൗഖ്യം ദൈവം തന്ന, എല്ലാ മഹത്വവും ദൈവത്തിന് ബ്രദറെ. ആമേൻ. കർത്താവേ, അങ്ങ് സൗഖ്യമാക്കി നിർവഹിക്കുന്ന മറ്റാരെങ്കിലും ഉണ്ടോ? സൗഖ്യം ലഭിച്ചിട്ട് മറ്റാരെങ്കിലും? ഇന്ന് പ്രിയ സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ നടുവിന് ഭയങ്കര വേദനയായിരുന്നു, കുനിയാൻ പറ്റത്തില്ല, കിടക്കുമായിരുന്നു. ഇപ്പോൾ ആ പ്രാർത്ഥനയിൽ യേശു സൗഖ്യമാക്കിയിരിക്കുന്നു. മറ്റാരെങ്കിലും അങ്ങനെ അനുഭവിക്കുന്നവരുണ്ടോ? ഈ ദിവസങ്ങളിൽ വിട്ടുകൊടുക്കരുത്. സൗഖ്യം എൻ്റെ അവകാശമാണ്. ഒന്ന് ചെക്ക് ചെയ്ത് എന്താണോ നിങ്ങളുടെ ബുദ്ധിമുട്ട്. ബാക്കി എല്ലാവരും മയക്കി മ്യൂട്ട് ചെയ്ത്. സൗഖ്യം അനുഭവിക്കുന്നവര് ഈ നിമിഷം സൗഖ്യം ഒരു എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ട് ബ്രദറെ. എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ട്. ഈ നടുവിന്റെ ഈ നട്ടലിന്റെ ഈ താഴെ ഭാഗത്തായിട്ട് എല്ലിന്റെ അവിടെ എനിക്ക് കുറെ ദിവസമായിട്ട് വേദനയുണ്ടായിരുന്നു. വേദനയല്ല, ഒരു കഴപ്പ് പോലെ ഒരു നിലത്തൊക്കെ ഞാൻ ഇരിക്കുവാണെങ്കിൽ എനിക്കത് ഇരിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാനിപ്പം ബ്രദർ പറഞ്ഞപ്പം കൈവച്ച് പ്രാർത്ഥിച്ചു. ഞാനിപ്പം തൊട്ട് നോക്കിയപ്പോ എനിക്ക് ആ വേദനയും കഴപ്പും എല്ലാം മാറിയിട്ടുണ്ട് ബ്രദറെ. ആമേൻ, ആമേൻ. ബ്രേസ് പറഞ്ഞ പോലെ തന്നെ ഭയങ്കര വേദനയും ബുദ്ധിമുട്ടുമായിരുന്നു. കൈ അവിടെ വെച്ച് പ്രാർത്ഥിച്ചു. ഇപ്പോൾ തന്നെ ആ സൗഖ്യം ലഭിച്ചു. യേശുവിന്റെ നാമത്തിൽ കർത്താവ് അങ്ങ് സൗഖ്യമാക്കി നിർവഹിക്കുന്ന നന്ദി. അപ്പ മറ്റാരെങ്കിലും ഉണ്ടോ? മറ്റൊന്ന് ചെക്ക് ചെയ്ത് മറ്റാരെങ്കിലും അനുഭവിക്കുന്നുണ്ടോ? അങ്ങനെ സൗഖ്യം നമ്മുടെ അവകാശമാണ്. അങ്ങനെ തന്നെ പറഞ്ഞ് കൽപ്പിച്ച് സൗഖ്യം എന്റെ അവകാശമാണ്. അഭിഷേകത്തിന്റെ ശക്തി നിങ്ങളെ ഇപ്പൊ തൊടുകയാണ്. പറഞ്ഞു ബാക്കി എല്ലാരും മൈക്കി മുട്ടി ഇത് പറയുന്ന ആള് മാത്രം. ഞാൻ ഇന്നലെ അന്യഭാഷയിൽ ശുശ്രൂഷയിൽ ഉണ്ടായിരുന്നു. എനിക്ക് കാലിന്റെ മുട്ട് നല്ല വേദനയായിരുന്നു. 2 ആഴ്ചയായിട്ട് അത് കണ്ടിന്യൂസ് എനിക്ക് വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. എന്നാൽ ഇന്നലത്തെ പ്രാർത്ഥനയിൽ, അന്യഭാഷ പ്രാർത്ഥനയിൽ 2 കർത്താവ് കൃപയാല് സഹായിച്ചു അത് അറ്റൻഡ് ചെയ്യാന്. അങ്ങനെ വേദന പൂർണ്ണമായിട്ട് മാറി എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഇപ്പോൾ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് ആ മുട്ടുവേദന കംപ്ലീറ്റ് ആയിട്ട് മാറി. ഇന്നലെ അതിവേദന എനിക്ക് മാറിയായിരുന്നു. ഇന്നിപ്പോഴും പൂർണ്ണമായിട്ടും കർത്താവ് സൗഖ്യം തന്നു. ആമേൻ. പ്രിയസ് പറഞ്ഞ കാലിന് അതിയായ വേദനയായിരുന്നു. യേശുവിന്റെ നാമത്തിൽ ഇന്നത്തെ പ്രാർത്ഥന, ഇന്നലെ അന്യഭാഷ പ്രാർത്ഥനയിൽ പങ്കുചേർന്ന് വ്യത്യാസം തുടങ്ങിയായിരുന്നു. ഇന്ന് ഈ നിമിഷം രോഗസൗഖ്യ പ്രാർത്ഥനയിൽ പൂർണ്ണ സൗഖ്യം വേദനയിൽ നിന്ന് മാറി. കർത്താവ് അങ്ങ് സൗഖ്യമാക്കി കൃപയ്ക്ക് നന്ദി, അത്ഭുതത്തിന് നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? നിങ്ങളുടെ ശരീരത്തിൽ മുഴകളോടൊന്ന് കൽപ്പിച്ച് ഇറങ്ങി പോകാൻ പറ. യേശുവിന്റെ നാമത്തിൽ ആ മുഴകൾ ശരീരത്തിൽ നിന്ന് ഇപ്പോൾ തന്നെ ചുങ്ങി പോകുന്നതായിരിക്കും. മറ്റാരെങ്കിലും ഉണ്ടോ സൗഖ്യം അനുഭവിക്കുന്നവർ? ഹലോ,
പറഞ്ഞോ. ബാക്കി എല്ലാവരും ഹലോ മ്യൂട്ട് ചെയ്യണേ. ആ ഹലോ പറഞ്ഞു ഹലോ പറഞ്ഞു സിസ്റ്റർ, കേൾക്കുന്നുണ്ട്, പറഞ്ഞു. ഒരു മിനിറ്റ്, പറയാൻ വന്ന ആള് പറയട്ടെ. ബാക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്തേ. ഹലോ ബ്രദർ, പറഞ്ഞു. ഹലോ ഹലോ ബ്രദർ, എനിക്ക് 4 മാസമായിട്ട് ഈ മുട്ടിന്റെ കാലില്ലേ മടക്കാനേ പറ്റില്ല. നടക്കുമ്പോ ഇരിക്കുമ്പോ ഭയങ്കര വേദനയായിരുന്നു. അപ്പൊ ഈ ദിവസം ഞാൻ ഈ സൂം മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നു. അപ്പൊ ഇന്ന് പ്രാർത്ഥന ഇരിക്കുമ്പോ പ്രാർത്ഥിച്ചോണ്ടിരിക്കും. പക്ഷെ ഇപ്പൊ ഞാൻ കാലും മട്ടും മടക്കിയിട്ടായിരിക്കുന്നത്. ഇപ്പൊ ഇപ്പൊ കുഴപ്പമില്ല, വേദന ഇല്ല സിസ്റ്റർക്ക്? വേദനയില്ല. ഞാനിപ്പോ കാലിങ്ങനെ കാല് നീട്ടിയിട്ട് എനിക്ക് നീട്ടിയിട്ട് ഇരിക്കാനായി പറ്റുള്ളൂ. ഇങ്ങനെ മുട്ട് മടക്കിയിട്ട് ചോട്ടിലിരിക്കാൻ പറ്റുക, അങ്ങനെ ബുദ്ധിമുട്ടായിരുന്നു. 4 മാസമായിട്ടായിരുന്നു. അപ്പൊ ഈ 4-5 മാസം ഞാൻ പ്രാർത്ഥനയിലുണ്ട്. പക്ഷെ ഇന്ന് പ്രാർത്ഥിക്കുമ്പോ അതിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ ഞാൻ കാലും മടക്കിയിട്ടായിരിക്കണത്. ഓ സ്വോത്രം. പ്രിയസ് പറഞ്ഞ 4-5 മാസമായിട്ട് കാല് മടക്കാൻ പറ്റത്തില്ലെന്ന് ഭയങ്കര വേദനയായിരുന്നു. ഇന്ന് ആ പ്രാർത്ഥനയിൽ ആ വേദന പൂർണ്ണമായിട്ടും മാറി. ഇപ്പൊ കാല് മടക്കിയിരിക്കുന്നു, അവിടെ വേദനയില്ല. യേശു തൊട്ട് സൗഖ്യമാക്കി. കൃപയ്ക്ക് നന്ദി. ഇതുപോലെ ഇനിയും അത്ഭുത സാക്ഷികൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് ലൈവിൽ കാണുന്നവർക്ക് ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് പ്രേയറിന്റെ ലിങ്ക് ഉണ്ട്. സൗഖ്യങ്ങൾ ലഭിക്കുന്നവർക്ക് നേരെ ഇങ്ങി വരാം. നിങ്ങളുടെ സാക്ഷ്യങ്ങളെ ലൈവായിട്ട് തന്നെ കേൾക്കാൻ ആഗ്രഹിക്കുന്നു. മറ്റാരെങ്കിലും ഉണ്ടോ ഇതേപോലെ സൗഖ്യം നടന്നുകൊണ്ടിരിക്കുക ശരീരത്തിൽ? ചെന്ന് ചെക്ക് ചെയ്തേ. ആ വേദനയുമായിട്ട് ജീവിക്കാൻ യേശു സമ്മതിക്കുന്നില്ല നിങ്ങളെ. യേശു അനുവദിക്കുന്നില്ല. കർത്താവ് ക്രൂശിൽ വില കൊടുത്തതാ. സൗഖ്യം അനുഭവിക്കുന്നു. പറഞ്ഞു. എനിക്കിന്ന് കാലിന് ഭയങ്കര വേദനയായിട്ട് കാല് മുഴുവൻ നീര് വെച്ചിരിക്കുവായിരുന്നു. ഞാൻ ബാം ഇട്ടിട്ട് ഇത് പ്രേയറിന് അറ്റൻഡ് ചെയ്ത് എന്റെ ചെസ്റ്റിന് ലെഫ്റ്റ് സൈഡിലും ഭയങ്കര ഡിസ്കംഫർട്ട് ആയിരുന്നു. ബ്രദർ ഇപ്പം പ്രാർത്ഥനയിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പം വേദനയ്ക്ക് ഒത്തിരി കുറവുണ്ട്. എന്റെ നെഞ്ചിന്റെ ഇത് ഡിസ്കംഫർട്ടും കുറവുണ്ട്. ദൈവത്തിന് നന്ദി. നന്ദി കർത്താവ്, നന്ദി കർത്താവ്. ഇത് പൂർണ്ണമാകട്ടെ. നമുക്ക് കുറവല്ല. യേശുവിനകത്തിൽ പൂർണ്ണ വിടുതൽ. ഇപ്പോൾ ആ വ്യത്യാസം കർത്താവ് ഇത് പൂർണ്ണമാകട്ടെ. ഇന്ന് തന്നെ കർത്താവ് യേശുവിന്റെ നാമത്തിൽ ഒരു തരി പോലും ഇല്ലാതെ വണ്ണം അത് പൂർണ്ണമായും വിടുവിച്ചിട്ട് നന്ദി കർത്താവ്. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു. ഇപ്പൊ തന്നെ അത് കാണാൻ പറ്റും കേട്ടോ. ഈ പ്രാർത്ഥന കഴിയുന്നതിന് മുമ്പ് അത് കാണാൻ പറ്റും. ഗോഡ് ബ്ലസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ? മറ്റാരെങ്കിലും സൗഖ്യം അനുഭവിക്കുന്ന ഒന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരുന്നേ. വലിയൊരു രോഗസൗഖ്യത്തിന്റെ ഒഴുക്ക് ഇതിന്റെ മേൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുക. ഈ സമയത്ത് കൈവച്ചൊന്ന് പറഞ്ഞൊന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരുന്നേ. നിങ്ങളുടെ ശരീരത്തിന്റെ മേലെ രോഗബന്ധനങ്ങൾ, രോഗദുരാത്മാക്കൾ യേശുവിന്റെ നാമത്തിൽ വിട്ടു മാറിക്കൊണ്ടിരിക്കുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്. മറ്റാരെങ്കിലും ഉണ്ട് അനുഭവിക്കുന്നവർ? ഒന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരുന്നേ. വെറുതെ ഇരിക്കല്, കടന്നുറങ്ങരുത്. ഒന്ന് ചാടി എണീറ്റ് നോക്കിക്കേ. അനുഭവിക്കുന്നവർ, ആ വേദനകൾ വിട്ടുമാറുന്നവർ, ആ നട്ടലിന്റെ വേദനകൾ, അസ്ഥികളുടെ വേദനകൾ, മുഴകൾ യേശുവിന്റെ നാമത്തിൽ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്. മറ്റാരെങ്കിലും അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് മ്യൂട്ട് മാറ്റി പറയാം. അനാവശ്യമായിട്ട് ആരും മ്യൂട്ട് മാറ്റണ്ട. മ്യൂട്ട് മാറ്റി പറയുന്നവർ. ബാക്കി ഒരാൾ സംസാരിക്കുമ്പോൾ പറഞ്ഞു. ബ്രദറെ, എനിക്ക് ഈ അടുത്ത കൈയുടെ മുട്ടിന് ഭയങ്കര വേദനയായിരുന്നു. ഒരു 8-9 വർഷമായി തുടങ്ങിയിട്ട്. ഇന്ന് എനിക്കിപ്പോ പ്രാർത്ഥിച്ചപ്പോൾ ആ കൈയുടെ മുട്ടിന്റെ വേദന മാറ്റം വന്നു. ഓ സ്വോത്രം. ഇത് വലിയൊരു അത്ഭുതമാണ്. സിസ്റ്റർ 8-9 വർഷമായിട്ടുണ്ടായിരുന്ന കൈമുട്ടിന്റെ വേദനയായിരുന്നു. 8-9 വർഷമായിട്ടുള്ള വേദനയായിരുന്നു. ഇന്ന് രോഗസൗഖ്യ പ്രാർത്ഥനയിൽ പൂർണ്ണ സൗഖ്യം യേശു കൊടുത്തു. കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവമാണ്. രോഗസൗഖ്യം നമ്മുടെ അവകാശമാണ്, ആവശ്യമല്ല, അവകാശമാണ്. ഇനിയും അത്ഭുതങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയുവാൻ? രോഗസൗഖ്യത്തെ അനുഭവിക്കുന്നവർ ഒന്ന് ചെക്ക് ചെയ്ത്. വേദനയുമായിട്ട് ആരും ഇരിക്കണ്ട ഇവിടെ. പറഞ്ഞു നിങ്ങൾ ബാക്കി പ്രാർത്ഥിക്കുന്നവരൊക്കെ മ്യൂട്ട് ചെയ്യണേ. സാക്ഷ്യമുള്ളവർ മ്യൂട്ട് മാറ്റി പറഞ്ഞേ. ഇവിടെ ഓൾ മ്യൂട്ടായി പോയി. പറഞ്ഞു. ആരായിരുന്നു ഇപ്പൊ പറയാൻ വന്നത്? പറഞ്ഞു. ഹലോ ബ്രദറെ, ഞാനാണ്. എന്റെ ഇടത്തെ കാലിന് 1 വർഷമായിട്ട് എന്റെ കാലിന്റെ മുട്ടിന് ഭയങ്കര വേദനയായിരുന്നു. ഇപ്പം ബ്രദർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ ഞാൻ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ എനിക്കത് ഞാൻ പരീക്ഷിച്ച് നോക്കി. എനിക്ക് കാല് മടക്കിയിട്ടിരിക്കാൻ പറ്റത്തില്ലായിരുന്നു. ഇപ്പൊ ഞാൻ കാല് മടക്കിയിട്ടിരിക്കുക ബ്രദറെ. എനിക്ക് കാലിന് വേദനയില്ല. ഓ സ്വോത്രം കർത്താവേ. എന്നാൽ 1 വർഷമായിട്ട് വേദനയായിരുന്നല്ലേ? 1 വർഷമായിട്ട് കാല് മടക്കാൻ പറ്റില്ല എനിക്ക്. കാല് നോക്കിട്ടിരുന്നാണ് ഞാൻ പ്രാർത്ഥിക്കാനൊക്കെ ഇരിക്കുന്നത്. അത്ഭുത സൗഖ്യം. കാല് മടക്കി നിങ്ങൾ പരീക്ഷിച്ച് നോക്കാൻ പറഞ്ഞാൽ മടക്കി. ഇപ്പം കാല് മടക്കിയിട്ടിരിക്കുവാണ് ഞാൻ.
ആമേൻ ആമേൻ. ഒരു വർഷമായിട്ട് വേദനയായിരുന്നു, കാല് മടക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഇന്ന് യേശുവിന്റെ നാമത്തിൽ ഇന്ന് അവിടെ ഇത് വെച്ച സമയത്ത് എന്ത് സംഭവിച്ചു? ഇപ്പൊ ഇരുന്ന് മടക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ ഒരു കുഴപ്പമില്ല. അപ്പൊ നല്ല ചോദിക്കുക, കർത്താവ് നിങ്ങളെ രോഗിയായിരിക്കുവാൻ ദൈവത്തിന് ഇഷ്ടമല്ല. യേശുവിന്റെ ഇഷ്ടം എന്റെ സൗഖ്യമാണ്, എന്റെ അത്ഭുതമാണ്. കർത്താവെ പ്രിയമാക്കി കൊടുത്ത സൗഖ്യത്തിന് നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം? ആമേൻ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. പറഞ്ഞു. എനിക്ക് ഇന്നലെ തൊട്ട് ഭയങ്കര ശക്തിയായ തലവേദന ഉണ്ടായിരുന്നു ബ്രദറെ. ഇന്ന് സിസ്റ്റർ മീറ്റിംഗിൽ പങ്കെടുത്തതിന് ശേഷം അതിന്റെ പരിപൂർണമായിട്ട് സൗഖ്യമായി. ആമേൻ. കർത്താവ് അങ്ങ് സൗഖ്യം. തലയ്ക്കകത്ത് വേദനയായിരുന്നു. ഇന്നത്തെ വുമൻസ് മീറ്റിംഗിൽ സിസ്റ്റർ പങ്കെടുത്തു. കർത്താവ് അവിടെ പൂർണ്ണ സൗഖ്യം കൊടുത്തു, യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സൗഖ്യങ്ങൾ അനുഭവിക്കുന്നവർ? എനിക്ക് ഇന്നലെ എന്റെ ഹൈ BP ആയിരുന്നു. 200 മുകളിലായിരുന്നു. ഞാൻ ആകെ പഠിച്ചു. ഇപ്പൊ ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഇവിടെ വന്നു BP പാർട്ടിസ് എടുത്ത് നോക്കി. ഇപ്പം യേശുവിനോട് പറഞ്ഞു 140 താഴെ തരണേന്ന് പറഞ്ഞു. 130/90 ഇപ്പൊ എനിക്ക് എന്റെ BP ഇതിൽ ഞാനിപ്പോ ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് ദൈവം തന്ന അനുഗ്രഹത്തിനും അത്ഭുതത്തിനുമായിട്ട് ഞാൻ നന്ദി കർത്താവെ. പ്രിയ സുഹൃത്തുക്കളെ, പിടിച്ചവിടെ കെട്ടണം നമ്മൾ രോഗത്തെ. നമ്മുടെ BP ആയിക്കോട്ടെ, ഷുഗർ ആയിക്കോട്ടെ, ഏതുമായിക്കോട്ടെ, യേശുവിന്റെ നാമത്തിൽ പിടിച്ചു കെട്ടുവാൻ നിങ്ങളുടെ അഭിഷേകത്തിന് കഴിയും. അഭിഷേകത്തെ ഉപയോഗിക്കണം. പ്രിയ സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ ദൈവസന്നിധിയിൽ പറഞ്ഞു, കർത്താവ് എനിക്ക് BP താഴണം, അതിനി പിടിച്ചു കെട്ടണം, അനങ്ങരുത്. അവിടുന്ന് നോർമൽ കണ്ടീഷനിൽ പിടിച്ചു കെട്ടാൻ അഭിഷേകത്തിന് കഴിയും. ഇവിടെ ശൗലിനെ രാജാവാക്കാൻ ദൈവത്തിന് പറ്റിയെങ്കിൽ രോഗബന്ധനത്തെ പിടിച്ചു കെട്ടുവാൻ അഭിഷേകത്തിന് കഴിയും. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സൗഖ്യം ലഭിച്ചവർ? സൗഖ്യം അത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ശരീരത്തിൽ കൈ വെച്ചോണ്ട് പറഞ്ഞ്, സൗഖ്യം എന്റെ അവകാശമാണ്, രോഗശക്തിക്ക് പിടിച്ചു നിൽക്കാൻ. പറഞ്ഞു. എനിക്കൊരു സാക്ഷ്യം പറയുന്നുണ്ട്. എനിക്ക് 2 വർഷമായിട്ട് ഷോൾഡർ പെയിൻ ആണ്. കൈ ബാക്കിലേക്ക് ഒന്നും തിരിക്കാൻ പറ്റില്ല, ഉറങ്ങാൻ തീരെ പറ്റില്ല എനിക്ക്. അപ്പൊ ഞാൻ എന്നും ഈ സൂമിൽ കയറുമ്പോ ഞാൻ പ്രാർത്ഥിക്കും, കർത്താവ് എനിക്ക് സൗഖ്യം തന്നിട്ട് ഇതിൽ സാക്ഷ്യം പറയണം, കർത്താവ് എനിക്ക് സൗഖ്യം തരണം. ഉറങ്ങാൻ തീരെ എനിക്ക് പറ്റില്ല. കൈ എങ്ങനെ വെച്ചാലും എനിക്ക് സുഖമില്ല, ഭയങ്കര വേദന. ഷുഗറും ഉണ്ട് എനിക്ക്. അപ്പൊ ഞാൻ എന്നും പ്രാർത്ഥിക്കും, കർത്താവ് എനിക്ക് സൗഖ്യം തരണം. ഞാൻ രോഗിയായി ഇരിക്കേണ്ടവളല്ല, ഞാൻ ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുത്തും. കർത്താവെ, എന്റെ രോഗങ്ങളെല്ലാം കർത്താവ് ക്രൂശിൽ വഹിച്ചതാണ്, ഞാൻ അത് ചുമക്കേണ്ട ആവശ്യമില്ല കർത്താവെ എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്നും പ്രാർത്ഥിക്കും. ഇപ്പൊ ബ്രദർ അത് പറഞ്ഞപ്പോ എനിക്ക് കയ്യ് ബാക്കിലേക്ക് തിരിക്കാൻ എനിക്ക് പറ്റുന്നുണ്ട്. എനിക്കിത് പൂർണ്ണ സൗഖ്യം വേണം, പൂർണ്ണ സൗഖ്യം വേണം. കുറച്ച് വേദന ഉണ്ട് എനിക്ക് ഇപ്പോഴും, എങ്കിലും എനിക്ക് ബാക്കിലേക്ക് കൈ തിരിക്കാൻ പറ്റുന്നുണ്ട്. ആമേൻ. യേശുവിന്റെ നാമത്തിൽ പ്രിയ യേശു പറഞ്ഞ് 2 വർഷമായിട്ട് കൈ തിരിക്കാൻ പറ്റത്തില്ലാത്ത ബാക്കിലോട്ട് ഇന്ന് ആ വിഷയത്തിന് മേൽ സൗഖ്യം ലഭിച്ചു. അത് പൂർണ്ണ സൗഖ്യമാണ് സിസ്റ്ററെ. കാരണം ഇത്രയും വർഷമായിട്ട് തിരിക്കാൻ പറ്റാത്ത കൈ ഇന്ന് ഈ പ്രാർത്ഥനയിൽ ഒരു ട്രീറ്റ്മെന്റും കൂടാതെ തിരിക്കാൻ പറ്റിയെങ്കിൽ ഇന്ന് മുതൽ പറയണം, ഞാൻ ഷുഗർ പിടിച്ച് മരിക്കേണ്ട വ്യക്തിയല്ല, എന്റെ യേശു എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചത്, ഞാൻ സൗഖ്യമുള്ള വ്യക്തിയായി ജീവിക്കാൻ വേണ്ടിയാണ്. യേശുവിന്റെ നാമത്തിൽ ആ സൗഖ്യം കർത്താവെ അങ്ങ് തൊട്ടതിന് നന്ദി. ആ 2 വർഷമായിട്ട് പുറകോട്ട് തിരിക്കാൻ പറ്റാത്ത കൈയായിരുന്നു, ദൈവം തൊട്ടു സൗഖ്യമാക്കിയിരിക്കുന്ന അർത്ഥം നിങ്ങളുടെ സകല അക്കൗണ്ടുകളെയും യേശു തൊട്ടിരിക്കുന്നു. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സൗഖ്യം അനുഭവിക്കുന്നവര്? ഇത് പോരെ ലൈവിലും ഒക്കെ കാണുന്നവർ യേശുവിന്റെ നാമത്തിൽ ഏറ്റെടുത്തോണം പറയണം, ഞാൻ രോഗിയായിരിക്കുന്നത് പിശാചിനാണ് സന്തോഷം, ഞാൻ സൗഖ്യമുള്ള വ്യക്തിയായി സാക്ഷ്യം പറയുമ്പോൾ യേശു സന്തോഷിക്കുകയാണ്. കർത്താവിന്റെ സന്തോഷം എൻ്റെ സൗഖ്യമാണ്, കർത്താവിന്റെ ആഗ്രഹം എൻ്റെ സൗഖ്യമാണ്. ഇപ്പോൾ തന്നെ കൽപ്പിച്ചുകൊണ്ടിരുന്നത് ചെക്ക് ചെയ്തിട്ട് ഇന്ന് സൗഖ്യം അനുഭവിക്കാൻ പറ്റുന്നവര്, ആ വേദനയിൽ നിന്നും സൗഖ്യം അനുഭവിക്കാൻ പറ്റുന്നവർ ഒന്ന് നിങ്ങൾക്ക് മ്യൂട്ട് മാറ്റി പറയാനുള്ള അവസരമുണ്ട്. യേശുവിന്റെ നാമത്തിൽ ചെക്ക് ചെയ്തേ പറ്റത്തുള്ളൂ. കാരണം സൗഖ്യം എൻ്റെ അവകാശം, എൻ്റെ അവകാശത്തെ ഞാൻ അനുഭവിക്കുന്ന വ്യക്തിയാണ്. നമ്മളിന്ന് കേട്ടല്ലോ, അനുഗ്രഹം അനുഭവിക്കാൻ തമ്പുരാൻ എന്നെ വിളിച്ചിരിക്കുന്നത്. അഭിഷേകം നിങ്ങളെ വിടിവിക്കും. നന്ദി കർത്താവേ. പറയാനുണ്ടെങ്കിൽ നിങ്ങൾ മ്യൂട്ട് മാറ്റുക, അല്ലാത്തവരെല്ലാം മൈക്ക് മ്യൂട്ട് ചെയ്താട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഞാൻ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ കർത്താവെ, ഇന്ന് ജനത്തെ അങ്ങ് സ്പർശിച്ചല്ലോ.
അങ്ങ് ജനത്തെ അങ്ങ് തൊട്ടല്ലോ, അവരെ വിടുവിച്ചല്ലോ അപ്പ. ദൈവം അവരുടെ ജീവിതത്തിൽ വലിയ പ്രവർത്തികളാൽ ദൈവം അങ്ങ് നിറച്ചല്ലോ, ഓരോ വ്യക്തികളെയും അങ്ങ് വിടുവിച്ചല്ലോ അപ്പ. ഇന്ന് കർത്താവെ, ഇന്ന് ഈ നിമിഷം വരെ പ്രാർത്ഥനയുടെയും സൗഖ്യത്തിൻ്റെയും പ്രവചനത്തിൻ്റെയും അത്ഭുതത്തിൻ്റെയും വചനത്തിൻ്റെയും വലിയൊരു അന്തരീക്ഷത്തിൻ്റെ അകത്ത് പരിശുദ്ധാത്മാവ് ഞങ്ങളെ നിർത്തിയല്ലോ. എൻ്റെ ഉള്ളത്തിൽ കർത്താവ് ഒരു വാക്ക് പറയാം, സൗമ്യ എന്ന് പറയുന്ന ഒരു മോളെ ദൈവം തൊടാൻ വേണ്ടി പോവാണ്. ആ മകളുടെ സർട്ടിഫിക്കറ്റുകളുടെ മേൽ കർത്താവിൻ്റെ ഒരു പ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടി പോകുന്നു. രാജ്യങ്ങളുടെ നന്മയ്ക്കായിട്ട് ദൈവം വേർതിരിക്കാൻ വേണ്ടി പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പം കർത്താവിൻ്റെ വലിയൊരു മഹത്വം ഇന്ന് മകളുടെ മേലേക്ക് വെളിപ്പെടുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഞാനത് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. എൻ്റെ ഉള്ളത്തിൽ കർത്താവ് എന്നോട് ഇങ്ങനെ ഒരു വാക്ക് പറയും. 1989 എന്നുള്ള വർഷത്തിലാണ് ഈ സൗമ്യ ജനിച്ചിരിക്കുന്നത്. ആ മകളുടെ പാസ്പോർട്ട് ഈ നമ്പർ ഞാൻ കണ്ടുകൊണ്ടിരിക്കും, ഈ ഡേറ്റ് ഓഫ് ബർത്ത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ആ മകളെ ബ്ലസ് ചെയ്യുന്നു. ആ മകളുമായി ബന്ധപ്പെട്ടത് സൂമിലായിക്കോട്ടെ, ലൈവിലായിക്കോട്ടെ, ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ ആ പാസ്പോർട്ട് എടുത്തു വെച്ചിട്ട് ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ പറഞ്ഞ് ഈ പ്രവചന ആലോചനയെ സ്വീകരിച്ചു. ഇപ്പോൾ തന്നെ ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ നന്മയെ അനുഭവിക്കുവാൻ ദൈവം ഉപയോഗിക്കാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ ഇന്ന് ആ കുടുംബത്തിൻ്റെ അവസ്ഥകൾ മാറട്ടെ. ആ കുടുംബത്തിൻ്റെ കർത്താവ് സകല വിഷയങ്ങളും യേശുവിൻ്റെ നാമത്തിൽ ഇതോടെ സാക്ഷ്യമായി തീരട്ടെ. എല്ലാ നിന്ദകൾക്കും ഒരു അറുതി വരട്ടെ. ഇപ്പോൾ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ അനുഗ്രഹത്തെ തുറന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നപ്പ, നന്മയായി തീരട്ടെ. ആ കുടുംബം സാക്ഷ്യമായി തീരട്ടെ. യേശുവിൻ്റെ നാമത്തെ റിലീസ് ചെയ്യുന്നപ്പ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയേറിയ സാന്നിധ്യം ഇപ്പോൾ തന്നെ ആ കുടുംബത്തിൻ്റെ മേൽ തുറക്കുന്നപ്പ, നന്മയായി തീരട്ടെ, അനുഗ്രഹമായി തീരട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ പറഞ്ഞ കുടുംബം സ്വീകരിച്ചോണം. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി ഈ ദിവസങ്ങളിൽ കാണാൻ വേണ്ടി പോവാണ്. നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത മേഖലകളിൽ കർത്താവ് ഇന്ന് സാക്ഷിയാക്കാൻ വേണ്ടി പോവുക. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി യേശുവേ. നിങ്ങൾ ഇന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ, ഇൻ ദ നെയിം ഓഫ് ജീസസ്. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഒരു വ്യക്തിയെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവ് എന്നെ ഇങ്ങനെ വാക്ക് പറയണം. കിഷോർ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഇപ്പം 42 വയസ്സ്, ബർത്ത്ഡേ കഴിഞ്ഞ ദിവസം നിങ്ങൾ കൂടിയിരുന്ന് സെലിബ്രേറ്റ് ചെയ്താണ് കിഷോറിൻ്റെ. ആ കിഷോറിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവ് എൻ്റെ ഉള്ളത്തിൽ നിർബന്ധം തരുവാണ്. ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം. ആ വ്യക്തി കർത്താവിൻ്റെ സന്നിധിയിൽ, യേശുവിൻ്റെ കൂട്ടായ്മയിൽ കർത്താവിൻ്റെ സാക്ഷിയായി നിൽക്കുവാൻ തക്കവണ്ണം ദൈവം ഉപയോഗിക്കാൻ വേണ്ടി പോവാണ്. ആ കിഷോറിനെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിച്ചു. ദൈവം ഒരു സാക്ഷിയാക്കി മാറ്റാൻ പോകുന്നു. നന്ദി കർത്താവേ. ഞങ്ങൾ ഇപ്പോൾ തന്നെ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ ആ കിഷോറുമായിട്ട് ബന്ധപ്പെട്ടത് ഏത് വ്യക്തിയാണോ ഇപ്പോൾ തന്നെ കർത്താവിൻ്റെ നാമത്തിൽ ആമേൻ പറഞ്ഞ് സ്വീകരിച്ചോണം. കർത്താവിൻ്റെ സാക്ഷിയായിട്ട് മാറാൻ വേണ്ടി പോവാം. നന്ദി കർത്താവേ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ തുറന്നു പ്രാർത്ഥിക്കുന്നപ്പ, സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവാത്മാവിനാൽ ഇന്ന് ഞാൻ തുറന്നു പ്രാർത്ഥിക്കുന്നപ്പ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഒരു ഭവനത്തെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു മരിച്ചുപോയ അപ്പച്ചൻ്റെ ഫോട്ടോ അവിടെ വെച്ചിട്ടുണ്ട്. ആ ഫോട്ടോയിൽ കർത്താവ് എന്നെ ഒരു പേര് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അകത്ത് ഞാൻ കാണുന്നൊരു കാഴ്ച എന്ന്